ഗൈസ്, യൂറോപ്പ് ആഫ്റ്റർ വിസ പേയ്മെന്റിൽ നടക്കുന്ന ചെറിയൊരു സ്കാം ഉണ്ട്. എന്താ സംഭവം എന്നറിയോ? അതായത് ഷെങ്കൻ വിസയുടെ കേസ് നിങ്ങൾക്ക് അറിയാലോ. ആപ്ലിക്കന്റിന് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റൂ. ആപ്ലിക്കന്റ് ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ ആപ്ലിക്കന്റ് പോകണം, ആപ്ലിക്കന്റ് തന്നെ അവിടെ ബയോമെട്രിക്സ് കൊടുക്കണം, ആപ്ലിക്കന്റ് തന്നെ അവിടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, ഫീസ് അടക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് ആപ്ലിക്കന്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അവിടെ പാസ്പോർട്ട് സബ്മിഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് നേരെ എംബസിയിലോട്ടോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോട്ടോ പോകും. എന്നിട്ട് അവിടെയുള്ള ഇമിഗ്രേഷൻ ഓഫീസറാണ് തീരുമാനിക്കുക നിങ്ങൾക്ക് വിസ കൊടുക്കണോ വേണ്ടതെന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ റിഫ്യൂസലാക്കിയിട്ടോ നിങ്ങളുടെ പാസ്പോർട്ട് ഇമിഗ്രേഷൻ ഓഫീസർ റിട്ടേൺ അയക്കും. ഈ ആഫ്റ്റർ വിസ പേയ്മെന്റിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യുന്നത് കൂടുതലും നിങ്ങളുടെ ഏജൻസ് ആയിരിക്കും. ഓക്കെ, അവർക്കാണ് ആദ്യം കാണാൻ പറ്റുക വിസ കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. നിങ്ങൾ എന്നിട്ട് ഏജൻസിന്റെ കയ്യിൽ നിന്നാണ് പാസ്പോർട്ട് കളക്ട് ചെയ്യുക. ചില ഏജൻസീസ് വിസ റിഫ്യൂസൽ വന്നു കഴിഞ്ഞാലും അവർ തന്നെ ഒരു ഫേക്ക് വിസ ഉണ്ടാക്കിയിട്ട്, കറൻസി വരെ നമ്മൾ ഫേക്ക് അടിക്കുന്നതല്ലേ, അപ്പോൾ അവർ തന്നെ അതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് പാസ്പോർട്ടിൽ ഒട്ടിക്കും. എന്നിട്ട് ഇത് ക്ലയന്റിന് കൊടുക്കും. വിസ കിട്ടിക്കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യണം എന്നായിരിക്കും ഡീല് വരിക. ഓക്കെ, ഷെങ്കൻ വിസ അതായത് പാസ്പോർട്ടിൽ സ്റ്റിക്കർ ചെയ്ത് വരുന്ന വിസ നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ വഴി നമുക്ക് ചെക്ക് ചെയ്താലൊന്നും കിട്ടും തോന്നുന്നില്ല. പിന്നെ പല ആൾക്കാരും ചെയ്യാറുള്ളത് വിസയുടെ ഒരു കോപ്പി എടുത്തിട്ട് എംബസിക്ക് ഒരു മെയിൽ അയച്ചു വെക്കും. ഓക്കെ, എംബസിക്ക് മെയിൽ അയച്ചാലും സാധാരണ അങ്ങനെ റിപ്ലൈ കിട്ടാറുണ്ട്. ഇനി അതല്ലെങ്കിൽ എംബസിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എംബസിയിൽ കൊണ്ട് കാണിച്ചു കൊടുക്കണം ഈ വിസ ജെനുവിനാണോ ഫേക്ക് ആണോ എന്ന്. പല ആൾക്കാരും ഇതിൽ പെട്ടുപോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ വിസ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാൻ നേരം എയർപോർട്ടിൽ നിന്നായിരിക്കും അവർ പറയാം ഈ വിസ ഫേക്കാണ്, കയറാൻ പറ്റില്ല എന്ന്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്. ഒരുപാട് കേസുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളൊരു എഗ്രിമെന്റ് എഴുതുക. ഞാൻ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്താലും എന്നോടാണെങ്കിലും നിങ്ങൾ കറക്റ്റ് നിങ്ങളെ ഏജൻസിനോട് നിങ്ങൾ കറക്റ്റ് എഗ്രിമെന്റ് വാങ്ങിക്കുക. എന്ന് വെച്ചാൽ ഏജൻസിക്കും ആപ്ലിക്കന്റിനും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെന്റ് എഴുതി വെക്കുക. ഇത് എപ്പോഴും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്ന ഒരു ഏജൻസി ഒരിക്കലും അയാളുടെ ഫേസ് കാണിച്ച് നിങ്ങളുടെ മുമ്പിലോട്ട് വരില്ല. നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത് കൂടുതലും മീഡിയേറ്റേഴ്സ് ആയിരിക്കും. ഇവർ നിങ്ങളെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ചെയ്യാം. മെയിൻ ഏജന്റ് ചീറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് മീഡിയേറ്ററും ചീറ്റ് ചെയ്ത പോലെ ആവും. ഓക്കെ, അപ്പോൾ എഗ്രിമെന്റ് ചെയ്താൽ നോക്കുക മെയിനായിട്ട്. അതന്നെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഓക്കെ, പിന്നെ പേടിക്കാനൊന്നുമില്ല. ഓക്കെയാണ്.